ഹലോ ഗൈസ്, എല്ലാവരും ഗൈസ് നമ്മൾ പിന്നെയും പുതിയൊരു GB ഗെയിമായിട്ട് വന്നിരിക്കുന്നത് ഗൈസ്, പോക്കിമോൺ ഗെയിം. ഗൈസ് ഇതിപ്പോൾ തുടക്കത്തിൽ ഞാൻ കാണുമ്പോൾ മനസ്സിലായി ഈ ഗെയിമിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെന്ന്. കാരണം ഇതിൽ തുടക്കമുള്ള കുറേ ഭാഗങ്ങളില്ല ഗൈസ്. കാരണം എൻ്റെ തുടക്കത്തിൽ കണ്ടപ്പോൾ ഞാൻ അതിൽ തമാശയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കളിച്ചു പോകാൻ വിചാരിച്ചത് ഗൈസ്. കളിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പുതിയതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സിലും വലിയൊരു ലോങ് ആയിട്ടുള്ള സീരീസ് തുടങ്ങിയിട്ടില്ല, ഗെയിമിംഗ് സീരീസ് തുടങ്ങിയ ചിലതൊക്കെ പകുതി വെച്ചിട്ട് നിർത്തി ഗൈസ്. ഇപ്പോഴാണെങ്കിൽ ഇത് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ കൂടിയാണ് ഗൈസ്. അപ്പോൾ അത് കാരണം തന്നെ നല്ല നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ വേറൊരു ഗെയിമാണ് പോക്കിമോൺ ലെറ്റ്സ് ഗോ പിക്കാച്ചു ചെയ്യാൻ വിചാരിച്ചായിരുന്നു. ബട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഗൈസ്, അപ്പോൾ തുടക്കത്തിൽ സീനില്ലല്ലോ, അതെന്താ എനിക്ക് പറ്റുന്ന പോലെ ഒന്ന് വിശദീകരിച്ച് തരാം. എന്താണെന്ന് വെച്ചാൽ ഒരു മ്യൂറ്റു വന്നിട്ട് ഒരു പാത്തിൻ്റെ നടുവിൽ നിന്നിട്ട് ഈ ഹ്യൂമൻസ് കാരണം എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പറഞ്ഞിട്ട് എന്തൊക്കെയോ ഹ്യൂമൻസ് കൂടെ കുറ്റം പറയുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്നും 2 ഹ്യൂമൻസ്, റൈറ്റ് സൈഡിൽ നിന്ന് 2 ഹ്യൂമൻസ് വന്നിട്ട് മ്യൂറ്റുവിനെ പിടിക്കാൻ നോക്കണ പോലെ. അപ്പം മ്യൂറ്റ് പൊട്ടത് മെഗാവോളാവും. ആ തലയിൽ നിന്ന് എന്തൊക്കെയോ വാലുപൊടിയൊക്കെ വന്ന് അങ്ങനത്തെ ഒരു രൂപം മ്യൂറ്റുവിൻ്റെ മെഗാവോളാവും. അതായിട്ട് മ്യൂറ്റു അവിടെ എസ്കേപ്പ് ആയിട്ട് പോകും. എന്നിട്ട് അടുത്തത് കാണിക്കാൻ നമ്മുടെ നമ്മൾ ബെഡ്റൂമിൽ കിടന്ന് തുടങ്ങുമ്പോൾ അമ്മ വന്നിട്ട് എണീപ്പിക്കും. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ റൈവലിൻ്റെ പേര് ബ്രൂണോ എന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ അമ്മ വന്ന് എനിക്ക് നമ്മുടെ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റാറ്റസിൽ ഉണ്ടാവുന്നത് ഫെനിക്കൻ, പിന്നെ ഓഷോ വാട്ട്, പിന്നെ തലയിൽ നിന്ന് എന്തോ സാധനം വന്നിട്ടുള്ളൊരു ലീഫ് ടൈപ്പ് പോക്കിമോണില്ലേ. അതായത് ഓരോ ജനറേഷനും മാറിയിട്ടുള്ള പോക്കിമോണിനെ ഇവർ വെച്ചിരിക്കുന്നത്. ദെൻ ഇതിൽ ഓൾസോ ഗൈസ് ഞാൻ നിങ്ങളൊക്കെ എത്തിക്കാനുള്ള കാര്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ നീ വിചാരിച്ചില്ലല്ലോ, പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഗൈസ്. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. അതാണ് ഗൈസ്, ഇതിൽ ഓൾസോ മെഗാ എവല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതൊരു പ്രത്യേകത. രണ്ടാമത് ജൈഗാനമാക്സ്, പിന്നെ ഡൈനാമാക്സ്, പിന്നെ നാലാമതായിട്ട് ഓൾസോ സീമോ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത് ഒരു ന്യൂ സ്റ്റോറി ലൈൻ അതും ഇതിലുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ജനറേഷൻ 1 to 9 വരെയുണ്ട്. ഓക്കെ, എനിക്ക് തൊണ്ട വേണ്ടിയുണ്ട്, അത് കാരണം ഓവർ സ്ട്രെയിൻ ചെയ്ത് പറയുമ്പോൾ ചെറിയൊരു വേദന ഗൈസ്. പിന്നെ ഒരുപാട് സീരിയസുകൾ നിങ്ങൾക്ക് ചെയ്തപ്പോൾ എനിക്ക് തുടക്കത്തിലുള്ള ഒരു ടെൻഷനും പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഓൾസോ ഗൈസ് നമ്മുടെ പേർ വേൾഡ് മൊബൈലില്ലേ, അത് റിലീസാകാൻ പോകുമെന്ന് അറിയേണ്ട. പിന്നെ ഈ ഗെയിമിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ച് പറയേണ്ട. ബട്ട് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ പേർ വേൾഡ് മൊബൈലിൽ കളിക്കുന്ന ഒരു 2 ബന്ധം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വേൾഡ് പോയി. ബട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദെൻ എക്സാം ടൈമാണ് ഗൈസ്, അതിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയ ചെറിയ സമയത്തിലാണ് ഞാൻ എടുക്കുന്നത്. എക്സാമിൻ്റെ ഇടയിൽ ഒരുപാട് ലീവ് ഉണ്ട്, അത് കാരണമാണ് എനിക്കിതിപ്പോൾ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പേരുവള്ളി വെക്കേഷൻ ടൈമിൽ നിന്ന് കളിച്ചിട്ട് ഇടാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ഗൈസ്. ദെൻ എനിവേ ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. എക്സ്ട്രാ എനിക്ക് ഇതാക്കാൻ പറ്റുന്നത് സ്റ്റാർ പോയിൻറ്റ്സ് 15 കൊടുത്താൽ പിന്നെ നമുക്ക് 3 സ്റ്റാറ്റസിലേറെ സ്റ്റാറ്റസൊക്കെ തരാൻ പറയുന്നുണ്ട്. ദെൻ ഓക്കെ, നമുക്കതൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ പോക്കിമോൺ ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓഷോ വാട്ടിനെ തന്നെ സെലക്ട് ചെയ്ത് EXP ഷെയർ ഉണ്ട്, അതിന് നമ്മുടെ എക്സ്ട്രാ പോക്കിമോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഗൈസ് ഈ ഒരു ഗൈസിനകത്ത് കേവാണെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ ഇറങ്ങിയപ്പോൾ മനസ്സിൽ വേറെ ആയിരുന്നു ഗൈസ്. ഇവിടെ നല്ല പോക്കിമോൺ ഉണ്ടെന്നൊക്കെ നമുക്ക് സെക്കൻഡറി ഒരു പോക്കിമോൺ പിടിക്കണ്ടേ. ദെൻ ഓക്കെ ഗൈസ്, ഐ തിങ്ക് ഇത് ഗൈസ് എനിക്കിതിനെ അങ്ങനെ ഇഷ്ടമല്ല ഗൈസ്. ഇപ്പോൾ ഇഷ്ടമല്ല എന്നല്ല, ആ പോക്കിമോൺ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഗൈസ് അവിടെ എക്സ്പ്ലോർ ചെയ്ത് എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യണം, ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എത്തിച്ചിട്ട്. അപ്പോൾ ആരും അറിയില്ലാതെ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ ഐ ഹാവ് 3 സ്റ്റാറ്റസ് ഫ്രം ദ പാൽഡിയ റീജിയൻസ്, പ്രിഗറ്റേറ്റോ ഫ്യൂക്കോക്കോ ആൻഡ് ഗൈസ് പ്രിഗറ്റേറ്റോ ഫ്യൂക്കോക്കോ ഗൈസ്. ഇത് 2 പേര് നമുക്ക് വേണം ഗൈസ്. അപ്പോൾ യു നീഡ് ഗിവ് മി എ നിമ്പിൾ പോക്കിമോൺ ഗൈസ് കൊടുക്കണം. നമ്മുടെ ഷോട്ട് ഗൈസ് നമുക്കൊരു നിമ്പിൾ പോക്കിമോൺ സെറ്റ് ആക്കിയിട്ട് കൊടുക്കട്ടെ ഗൈസ്. ഉണ്ട് ഇതാക്കാം ഗൈസ്, അല്ലാണ്ട് വെറുതെ പോരാടിപ്പിക്കുന്നത് നിങ്ങളുടെ ഗൈസ്. ഞാനപ്പോൾ നിമ്പിൾ പോക്കിമോൺ സെറ്റാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി 3 ബേൺ ഹീൽ കൊടുത്തൊരു 15 സ്റ്റാർ കോയിൻസ് കൊടുക്കാൻ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റാക്കി ഗൈസ്. 10 സ്റ്റാർ കോയിൻസ് നമുക്ക് തന്നു. അപ്പോൾ ഇത് കൊടുത്താൽ ഗൈസ് നമുക്ക് അവിടെ നിന്ന് മറ്റേ ഇതിനെ സെറ്റാക്കാമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കാം. ഹലോ, ഇവിടെയല്ല ഗൈസ്, എനിക്ക് ഓർമ്മയില്ല, മറ്റേ ആ മേലെയുള്ള ആ വീട്ടിലാണ് ഗൈസ്. അപ്പുറത്ത് വീടാ, റൈറ്റ് സൈഡ് ഇതല്ല റൈറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഗൈസ് അവിടെ പോയിട്ട് 3 സ്റ്റാറ്റസ് എടുക്കാം. ഓക്കെ, ഈ വീട്ടിലുള്ള തന്നെ ഗൈസ് 3 സ്റ്റാറ്റസ് ഏതൊക്കെയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇനിയിപ്പോൾ എങ്ങാനും ചാർമാൻഡർ സ്ക്വർട്ടിൽ ബൾബസോർ നിങ്ങൾ കിട്ടിയാലോ 1 സ്റ്റാർ കോയിൻസ്. ഓക്കെ, ഓ ഗൈസ് നമ്മൾ 10 സ്റ്റാർ കോയിൻസ് ഉള്ളൂ. ഇനിയും നമുക്കപ്പോൾ 5 സ്റ്റാർ കോയിൻസ് കൂടി സെറ്റ് ആക്കണം. തന്നെ ഗൈസ് നമുക്ക് സെറ്റ് ആകുമ്പോൾ അതൊക്കെ കൊടുത്ത് സൂപ്പറാക്കാം. നമുക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാം. പോക്കിമോൺ പുതിയതൊന്നും കിട്ടുമെന്തോ. The gym leader self-based
as strong as those in neighbor. ഗൈസ് അടുത്തുള്ള ജിമ്മിനെ വെച്ചിട്ട് ആ ജിമ്മിനെ സ്ട്രോങ് എന്നാണ് അയാൾ പറഞ്ഞത്. ഗൈസ് നമ്മുടെ നിമ്പിൾ പറഞ്ഞ പോക്കുമ്പോഴല്ലത്. ഓക്കെ ഗൈസ് നമുക്ക് ഇതിനെ പിടിച്ചു കൊടുക്കാം. ഗൈസ് അറ്റാക്ക് ചെയ്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അവർ രണ്ടല്ലോ. അപ്പോൾ പോക്കിബോൾ യൂസ് ചെയ്യാം. ഗൈസ് കിട്ടുന്ന ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഗൈസ് കിട്ടി ഗൈസ്. ഓക്കെ നിമ്പിൾ വാസ് കോച്ച്. ഓക്കെ ഐ ഹാവ് 3 സ്റ്റാർട്ടേഴ്സ് ഫ്രം ദ പാൽഡിയാസ് ടു ഗെറ്റ് ഇറ്റ് വിളിക്കും. ഓക്കെ ഗൈസ് പെട്ടെന്ന് എടുക്കട്ട് നിമ്പിൾ കൊടുക്ക എടാ പെട്ടെന്ന് ഫീക്കോക്കാണ് ഉദ്ദേശിച്ചത്. ഹോ ഗൈസ് നമ്മളുടെ എടാ ഗൈസ് നമുക്കപ്പോൾ ഒരു നിമ്പിളിനെ കൂടി പിടിച്ചിട്ട് വേണം. നമ്മളങ്ങനെ പിടിച്ചിട്ട് വേണ്ടിട്ടുണ്ട് ഗൈസ് നിമ്പിളിനെ. അപ്പോൾ എന്തിനാണ് ഫ്യൂക്കൊക്കെ വേണം കോക്സ്ലി ആ ഗൈസ് ആ പോക്കിമോൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഓൾഡ് വാട്ടർ പോക്കിമോനായ ആഷോ വാട്ടർ ഉണ്ട് ഗൈസ്. ആഷോ വാട്ടേഴ്സ് ഓക്കെ. സ്പ്രിഗറ്റീറ്റിന് ഫസ്റ്റ് വേർഷൻ സ്പ്രിഗറ്റീറ്റൊക്കെ ഇഷ്ടമാണ്. പിന്നെ ലെവലപ്പ് ആകുമ്പോൾ ഐ തിങ്ക് എനിക്ക് ലെവലപ്പ് അതിന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ബാക്കിലൊരു പട്ടി കഴിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല അപ്പുറത്ത് വിടുന്ന പട്ടിയാണ് ഇതിനെ കൊണ്ടുള്ള ശല്യങ്ങൾ തന്നെ. ഓക്കെ EXP ഷെയർ ചെയ്ത് കൊടുക്കാം ഗൈസ്. വാട്ട് ഷെയർ യെസ് എടാ അപ്പം എല്ലാവർക്കും XP ഷെയർ ആവുമോ ഗൈസ്? അതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഞാനിതുവരെ കണ്ടാലേ EXP ഷെയർ ഒരാളിനെ കൊടുത്താൽ EXPൻ്റെ പകുതി ഇവർക്ക് തോന്നുന്നത്. ഇങ്ങനെയും ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല എന്താണ്. ഓക്കെ നമ്മുടെ പോക്കിമോൺസിൽ ഇപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ ടീം. ഒരു ഫയർ, ഒരു വാട്ടർ, ഒരു ലീഫ്. ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ചാർമാൻഡറിനെ കിട്ടുമ്പോൾ ഫ്യൂക്കോക്കോടെ മാറ്റണം വരും ഗൈസ്. ഫ്യൂക്കോക്കിൻ്റെ എവല്യൂഷനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. സ്പ്രിഗറ്റീറ്റിന് അറിയാം, കോക്സ്ലി അതിൻ്റെ അറിയാം ഗൈസ്. ആംബുലൻസൊക്കെ പോകും ഹൈവേ കൂടെ. നമുക്കിനി അടുത്തത് നമ്മുടെ ജേർണി കണ്ടില്ല. നമുക്ക് ജിം ബാറ്റിൽ പോകണം. പിന്നെ നമുക്ക് മെഗൽ എവല്യൂഷൻ ഇതിൽ അൺലോക്ക് ചെയ്യണം. ജൈഗാൻഡമാക്സ്, ഡയനാമാക്സ്, സീ മൂവ്. നമുക്കപ്പോൾ ഇതിൽ മിക്കവാറും ചാർമാൻഡറിലെ ബൾബസോറിൻ്റെ സ്കൂട്ടിലൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ പിടിക്കുമ്പോൾ അതിൻ്റെ ടീം സ്പേസ് വേണ്ടേ? ഡ്രാഗനൈറ്റിനൊക്കെ സെറ്റാക്കാൻ പറ്റും. കുറേ പണികളുണ്ട് ഗൈസ്. നമുക്ക് എല്ലാവരും സെറ്റാക്കാം. ഓക്കെ ഫൈറ്റ് സ്കിപ്പ് ചെയ്തു. ഐ വാസ് വാക്കിംഗ് വിത്ത് മൈ സ്കിറ്റി ബട്ട് ലോസ്റ്റ് ഗൈസ്. അവളുടെ പൂച്ചക്കുട്ടി ലോസ്റ്റ്. സ്കിറ്റി പറയുന്നൊരു പോക്കിമോണല്ലേ, അത് ലോസ്റ്റ് ആയി. അതിനെ കണ്ടുപിടിച്ച് കൊടുക്കണം എന്നത് പറയേണ്ടത്. കണ്ടുപിടിച്ച് കൊടുക്കാമല്ലോ നമുക്കപ്പോൾ. ഇനി ആ സ്കിറ്റിനെ തപ്പി അലയേണ്ടി വരും. ദെൻ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇയാളെന്താണ് ട്രേഡ് യുവർ മറീപ്പ് ഫോർ മൈ. എന്നെ മറിയിപ്പില്ല ഗൈസ്. ഈ മോള് ഏതാ പോക്കിമോൺ? ഈ മോള് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇപ്പോൾ മറ്റേ ഒരു ഇലക്ട്രിക് ടൈപ്പായിട്ട് ഉള്ള ഒരു പറക്കണ. ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാം ഗൈസ്. മജീപ്പ് ആ സാധനത്തിന് കിട്ടുമ്പോൾ ട്രേഡ് ചെയ്യാം. ഓക്കെ ഇവിടെ എന്താണ് ഇവിടെ പോക്കിബോൾ ഇരിക്കുന്നുണ്ട് ഗൈസ്. അൾട്രാബോൾ അതെടുത്തു ഗൈസ്. ഇവിടെ വന്നപ്പോൾ പിന്നെ ഒരു ചേച്ചി ഫൈറ്റിന് വിളിച്ചിട്ടുണ്ട്. ശരി ഗൈസ് നമുക്കപ്പോൾ പോയിട്ട് ഒന്നും കൂടി ഫൈറ്റ് ആയിട്ട് വരാം. ഫൈറ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ് എടാ അതൊരു മറ്റേ വാട്ടർ മീൻസ് വാട്ടർ എന്തൊക്കെയോ തെറ്റി പറയണം. ബ്ലാസ്റ്റോയ്സ് മെഗാ എവല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് അതല്ലേ? അത് മെഗാ എവല്യൂഷൻ സ്റ്റോണല്ലേ? ഓരോരുത്തർക്കും ഓരോ ഇതല്ലോ. വാട്ടോട്ടൽ ഡൈസ് അങ്ങനെ എന്തോ പറയില്ലേ, അതാണ്. ഈച്ച് ആൻ ഐറ്റം ടു ഹെൽഡ് വിത്ത് ഫുഡ് ലക്കി എഗ് ഗൈസ്. നമുക്ക് അവർ ലക്കി എഗ്ഗും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മൈ കാർട്ട് ഗൈസ് നമ്മൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മളെ പോക്കിമോൺസിനൊന്നും HP ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് നമ്മൾ ഔട്ടായിട്ട് പോയിട്ടൊന്ന് ഹീൽ ചെയ്തിട്ട് വന്നതാണ്. അതിന് ഓക്കെ ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഈ സാധനം വെറുതെ വന്നുകൊണ്ടിരിക്കണം. ഇതിൽ റിപ്പലുണ്ടെങ്കിൽ റിപ്പലൊന്ന് മേടിച്ച് വെക്കണം. പക്ഷെ ഇങ്ങനെയല്ല, എനിക്ക് മറ്റേ കേവിലൊക്കെ പോകുമ്പോഴാണ് റിപ്പൽ ആവശ്യമില്ല. താണ്ടാ ഒരു പക്ഷേ ഗൈസ് മറിയും ഗൈസ്. ഇതിനൊന്ന് പിടിച്ച് നമുക്ക് എന്തായാലും ട്രേഡ് ചെയ്യാം. മറ്റേ സാധനത്തിന് കിട്ടുമോ നോക്കാം. എടാ എനിക്കപ്പോൾ ഓർമ്മയില്ല. ഗൈസ് ഞാൻ എടുത്തു ഗൈസ്. ഇതാണ് ഗൈസ് ഇമോള്. കാരണം അതിൽ പിന്നെ ഓൾറെഡി ട്രേഡ് ചെയ്തു ഗൈസ്. I forgot that. ഞാൻ ഓൾറെഡി ട്രേഡ് ചെയ്തു. ആക്ച്വലി ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റേ വോയിസ് വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഇത് ഗൈസ് എനിക്കിപ്പോൾ അതിനെ കണ്ടപ്പോൾ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് അയൺ സ്റ്റാർ കോയിൻ ഗൈസ്. എൻ്റെ ഇപ്പോൾ ലക്കി എഗ് പറഞ്ഞ സാധനമുണ്ട്.
അതെന്താന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല. എന്നിട്ട് ഫ്യൂപ്പൊക്കെ കൊണ്ട് കൈ കൊടുക്കാം. ഞാൻ ആദ്യം ലക്കിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വല്ല പോക്കിമോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു ഗൈസ്. പിന്നെ വേറെ എന്തോ സാധനമൊന്നും മനസ്സിലായി. എടാ അതല്ല ഗൈസ്, സ്കിറ്റി ഗൈസ്. ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് മീൻസ് ഇത് പെട്ടെന്ന് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ആ സൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രീതിയിലൊരിത് ഇറിറ്റേറ്റ് ആവും ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ പോയിട്ട് നോക്കാം ഗൈസ്. സ്പീഡ് ഇതാക്കുന്നത് പെട്ടെന്ന് ഇതാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ GB ബുള്ളറ്റ് മൈബോയിലൊരു ഓപ്ഷൻ ഗൈസ്. നിങ്ങൾക്ക് ഈ ഗെയിമൊക്കെ എൻ്റെ തന്നെ കളിക്കണമെന്നതാ. മൈബോ എമുലേറ്റർ കയറ്റുന്നുണ്ടാ. ഇതിൽ മാത്രമല്ല ഒരുപാട് ഗെയിംസ് മീൻസ് ബെൻറ്റൻ്റെ ഗെയിംസ് കളിക്കുക ഗൈസ്. ഇതൊരു വലിയൊരു ലിസ്റ്റ് ആയിട്ട് ഗൈസ്. നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ വിശദീകരിച്ച് പറയാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. ഗെയിമിലത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഗൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം നിങ്ങൾക്കതൊരു പ്രശ്നം ഉണ്ടാവാനായിട്ടാണ്. സോ ഗൈസ് അതൊന്നും പോക്കിമോൺ കൊടുത്താൽ ഒരു ഡെഡ് എൻഡിങ് തരാമെന്ന് ഗൈസ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വല്ല പവറും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഡെഡിനെ കുറിച്ചൊക്കെ അങ്ങനെ അറിയത്തില്ല. ഡെഡിനെ ഓക്കെ ഗൈസ് നമുക്ക് ഓക്കെ ഇവിടെ കാര്യമായിട്ട് അതിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റിട്ട് അതിൻ്റെ ആരെങ്കിലും പുറന്നു ഗൈസ്. ഇടയിലേക്ക് ചുമ വരുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്തിട്ട് ഗൈസ്. നല്ല ജലദോഷം ചുമയൊക്കെ ഉണ്ട്. ഓക്കെ ഇവരായിട്ടൊന്ന് ഫൈറ്റ് ചെയ്യുക ഗൈസ്. ഫൈറ്റ് ചെയ്തിട്ടൊന്ന് സ്ലോ ആക്കാം. ഓക്കെ ഗൈസ് നോർമലാക്കിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടുള്ള യു വിൽ ബി ഏബിൾ ടു എൻ്റർ ദിസ് ഗെയിം ഓഫ് ഗൈസ്. നമുക്ക് 5 പേജസ് സ്ലോ ആണെന്ന്. അപ്പോൾ ഈ ഗെയിമിലുള്ള എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ മ്യൂട്ട് ഇതിനുള്ളിലായിരിക്കും. എന്താ വേറെ ചില ഗെയിംസിൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്. പോക്കിമോളൊക്കെ പിക്കാച്ചിലൊക്കെ ചില പോക്കിമോളൊക്കെ ഇതുപോലെ കേവിനും അതിനുള്ളിലൊക്കെ ഉള്ളിലായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ വലുതാണ്. എനിവേ ഗൈസ് നമുക്ക് ഓക്കെ ഗൈസ് എന്താണെന്ന് വെച്ചാൽ ആ സ്കിറ്റി പറഞ്ഞ സാധനമില്ലേ അത് ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തുട്ടെ ഗൈസ്. അതിൻ്റെ കണ്ടുപിടിച്ച് കൊടുത്തപ്പോൾ നമുക്ക് അവരൊരു ലക്കി എഗ്ഗ് പറഞ്ഞ സാധനം തന്നിട്ടുണ്ടായിരുന്നു. ലക്കി എഗ്ഗ് അല്ല എഗ്ഗ്. ഓക്കെ ആ എഗ്ഗ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ സ്കിറ്റി ഇത് കാരണം. ആ സ്കിറ്റിനെ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഇപ്പം മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണം. ആ എഗ്ഗ് എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. സോ ഇതാണ് ഗൈസ് പുതിയ സിറ്റി. മൈ നീസ് വുഡ് റിയലി ലൈക്ക് ടു വിൻ എ ബ്യൂട്ടിഫുള്ളി ഫോർ ഹർ. ബ്യൂട്ടിഫുള്ളിയാ ഇത് അല്ല ബട്ടർഫ്ലൈ. ഓക്കെ ഗൈസ് നമുക്ക് അതിനെ കിട്ടണമെങ്കിൽ പിടിച്ചു കൊടുക്കാം. അല്ല അവിടെ എന്താണ് ഗൈസ് അവിടെ ആരൊക്കെ കൂടെ നിൽക്കണ പോലെ ഇല്ലേ യൂസ് അതൊക്കെ വേറെ കാര്യം. ദെൻ ഗൈസ് ഓക്കെ hello citizens, we are team Cosmic, an organization that fights for a better world. In a nutshell, we want to create a new നമ്മുടെ ടീം റോക്കറ്റിനെ പോലെ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ടീം മറന്നുപോയി അപ്പോ എന്തോ പറഞ്ഞല്ലോ. എന്നാട്ടെ however will പോയപ്പോഴേക്കും ഇപ്പോൾ റൈറ്റ് എക്സ്പെക്ട് ടു സീ യു സിറ്റുവേഷൻ. ഇതാണ് കേസ് നമ്മുടെ റൈവല് ബ്രൂണോ. Creating a new world or something that did they mean by that? I intended to go after them investigating even Jimmy guys dialogue expert എടാ സാർ ഡയറക്റ്റ് എക്സ്പെക്ട് എനിക്കറിയാം പെട്ടെന്ന് കിട്ടും വിചാരിച്ചില്ല. ഇത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സ്റ്റാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദിവസം ഇത്രയും പെട്ടെന്ന് കിട്ടും വിചാരിച്ചില്ല ഗൈസ്. അപ്പോൾ അവൻ ജിമ്മി ഫൈറ്റ് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ഈ നേരെ കാണാൻ പോക്കിമോൺ സെൻ്റർ പോലത്തെ വേറെ സ്ഥലമില്ല ഗൈസ്. അതാണ് ജിമ്മ് ഗൈസ്. അപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോകണ്ടേ ഗൈസ്. നമുക്ക് ടീമിനെയൊക്കെ സെറ്റാക്കിയിട്ടൊന്ന് ഫൈറ്റിന് ഇറങ്ങാട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ജിം ലീഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ അത് കുറച്ചൊന്ന് ഫാസ്റ്റാക്കി വേണ്ടി കാരണം ഇത് ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത്തുള്ളൊരു ഫൈറ്റാണ് ഗൈസ്. ജിം ലീഡറായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യും. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പോക്കിമോൺസ് ആയിരിക്കും. അതുപോലെ മെയിനായിട്ട് വരുന്ന കുറേ ബാറ്റിൽസൊക്കെ പിന്നെ കട്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേസ്. കാരണം അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല മെയിനായിട്ടുള്ള ബാറ്റിൽസൊക്കെ. അപ്പം പിന്നെ അത് വെക്കാൻ നിന്ന് ഒരുപാട് ലെങ്ത് ആവും. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചാലോ. അതാണ് ഞാൻ ഇങ്ങനെ ആക്കണം. പിന്നെ അല്ലെങ്കിൽ വെച്ചാൽ ഈ ജിമ്മെത്തുന്ന വരെയൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് പിന്നെ ഈ ബാറ്റിലും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ഇട്ട് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇത് ജസ്റ്റ് കുറച്ച് സ്പീഡാക്കിയിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ ഗൈസ് നമ്മൾ അപ്പോൾ അങ്ങനെ എന്തായാലും ബാറ്റിൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഇതാണ് ലീഫ് ടൈപ്പിനെയാണ് ചൂസ് ചെയ്യിക്കുന്നത്. കാരണം നമ്മുടെ ടീമിൽ നമ്മൾ വേറെ പുതിയതായിട്ട് ഒരാളെ കൊണ്ടുവന്നു ഗൈസ്. മറ്റാരുള്ള ചിംചാർ ഗൈസ്. അത് 15 സ്റ്റാർ കോയിൻസ് കൊടുത്തൊരു ചിംചാറിന് കിട്ടും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിലൊരു കിളി വരുന്ന സൗണ്ട് കേൾക്കണമെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. അപ്പുറത്തെ മരത്തിയാണ്. ഓക്കെ
കുറേ വണ്ടികൾ പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഡിസ്റ്റർബ് ആണെങ്കിൽ സോറി ഗൈസ്. അതിൻ്റെ അടുത്ത് നമുക്ക് ഗൈസ് ചിംചാറിനെ ഇറങ്ങി വിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇമോൾ തന്നെ സ്നൈവി പൊട്ടിച്ചു. ദെൻ ചിംചാർ ഗൈസ് ഈ റാപ്പ് എന്നുള്ള മൂവ് കുറച്ചും നിൽക്കണം ഗൈസ്. ഓക്കെ സൂപ്പർ എഫക്റ്റീവ്. പിന്നെ ഫയർ വാട്ടറിൻ്റെ അടുത്ത് ഈ സൂപ്പർ പൊസിഷൻ ഇതാണ് ഗൈസ്. ഈ ജിബിലിയുടെ പോലൊക്കെ ചെറുപ്പറാണ് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യും ഗൈസ്. നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലുണ്ടല്ലോ നമ്മുടെ എടാ ഒന്നുമില്ലാതെ തോന്നുന്നു. ഹൈപ്പർ പൊസിഷൻ കൊടുക്കണം. ഹൈപ്പർ പൊസിഷനൊക്കെ എന്താ വില. ഓക്കെ എടാ വാട്ടർഫോർഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ ഇപ്പം തന്നെ പോക്കി മറ്റിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാം. ദെൻ ഓക്കെ ഗൈസ് എനിവേ ഫൈറ്റ് ചെയ്യാം നമുക്ക്. ലീച്ച് സീഡ് അയ്യോ ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ സ്നൈവിന് അങ്ങനെ ഔട്ടായിട്ടുണ്ട് കേട്ടോ ഗൈസ്. സ്നൈവ് പോയിട്ടുണ്ട് ഗൈസ്. അല്ല ഗൈസ് ടീമിന് മറ്റേ ഈ ജിം ബാറ്റിൽ EXP കയറുന്നില്ല ഗൈസ്. അതെന്താണോ ഗൈസ്. ഓക്കെ ഗൈസ് ഈ സ്മോൾ ഗൈസ് ഇതിനും സിമ്പിളായിട്ടൊന്നും തീർക്കാത്തൊന്നും അടുത്ത എംബറിൽ തീരുമിക്കവാറും ഗൈസ്. നമുക്ക് നോക്കാം. ഗൈസ് തീരുമായിരിക്കും അടുത്ത എംബറിൽ. നമുക്ക് അടുത്ത എംബർ എന്തായാലും യൂസ് ചെയ്യാം ഗൈസ്. നമുക്ക് നോക്കാം. ലീഡർ മുജിൻ ഗൈസ് അവൾ ചേഞ്ച് ചെയ്ത് ഗൈസ്. റോസേലിയ ഗൈസ് അവളുടെ ലാസ്റ്റത്തെ പോക്കിമോൺ റോസേലിയ പറഞ്ഞ ഈ ഒരു പോക്കിമോൺ ഉണ്ട് ഗൈസ്. ഓക്കെ സൂപ്പർ സിംസൈറ്റിസ്. ഈ ലീച്ച് സീഡ് ഭയങ്കര പാട്ടാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് മിക്കവാറും നമ്മുടെ മെഗാ എവല്യൂഷൻ തെറ്റിപ്പോയി. ഡൈനാമിക്സിൻ്റെ സമയമായി ഗൈസ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡൈനാമിക്സ് ബാറ്റിൽ നിങ്ങൾ കാണിക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഫ്യൂ ക്രിയേറ്റഡ് ഗൈസ്. ഓക്കെ മാക്സസ് ഗൈസ് ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുമ്പോൾ വരുന്ന അറ്റാക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ അത് ഫസ്റ്റ് അവർ തന്നതാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സ് ട്രൈ കണ്ട ഗൈസ് തീരെ ഡാമേജ് കൊടുക്കില്ല. മാക്സ് ഫ്ലെയർ ഗൈസ് അത് ഫയർ ടൈപ്പാണ്. അത് വേണം. അത് നല്ല രീതിയിൽ എഫക്റ്റാണ്. എടാ ഒരു ടീം കൂടി കിട്ടിയാൽ ചാവും മിക്കവാറും. ഗൈസ് എടാ ഗൈസ് അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ചാവുമെന്നൊരു പേടിയില്ല. അതില്ല. എൻ്റെ ബാഗിൽ വല്ലതുണ്ടോ? ഹീൽ ചെയ്യാത്ത ഹൈപ്പർ പോഷൻ സ്പോട്ട്. ഹൈപ്പർ പോഷനെങ്കിൽ ഹൈപ്പർ പോഷൻ 200 HP ഒക്കെ ഇതാക്കാൻ പറ്റും. നമുക്ക് തൽക്കാലം നമ്മുടെ ഈ കളിയാണ് ഗൈസ് നമുക്ക് വലുതും ഗൈസ്. ഈ ഒരു മാച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാവശ്യമില്ല. പിന്നെ ആവശ്യം വരുമ്പോഴേക്കും നമുക്ക് പോഷൻസൊക്കെ വാങ്ങി വയ്ക്കാം ഗൈസ്. പോഷനേക്കാളും പിന്നെ നമുക്ക് മാച്ചാണ്. ഓക്കെ അത് പൊളിച്ചു. അതെങ്കിൽ സൺലൈറ്റ് ഓസ്ട്രേലിയ പറഞ്ഞ ആ പോക്കിമോണിന് വല്ല അഡ്വാൻറ്റേജ് ഉണ്ട് ഗൈസ്. അതിനെക്കുറിച്ച് ഗൈസ് അങ്ങനെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി വി ഡിഡ് ദ സൺലൈറ്റ്. ഓക്കെ ഫ്യൂക്കൊക്കെ പോയിസ് കാരണം മരിക്കില്ല ഗൈസ്. ഗൈസ് ഇതിലങ്ങനെ ഇല്ലല്ലേ ഗൈസ്. ഇതിന് മുമ്പ് ഞാൻ മറ്റേ പോക്കിമോൺ ലെറ്റ്സ് ഗോ പിക്കാച്ചു ഒക്കെ കളിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ഗൈസ്. തണ്ടർ പോലത്തെ ഫ്ലെയിം ത്രോവർ പിന്നെ ഗൈസ് കുറേ അറ്റാക്ക് കിട്ടിയല്ലോ ഗൈസ്. ലീഫ് ടൈപ്പിൻ്റെ വല്ല കുറേ എണ്ണം കിട്ടുമ്പോൾ വിചാരിച്ചാണ് ഗൈസ്. നമ്മളിപ്പോൾ മറ്റേ ആ പോക്കിമോൺ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു കോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു പോക്കിമോണിനെ കിട്ടും പറഞ്ഞിട്ടുണ്ട്. പോയിപ്പോളോ പറഞ്ഞ അതൊരു പോക്കിമോൺ ഗൈസ്. ആ പോക്കിമോണിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഇവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ സീരീസ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് തിരിച്ച് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ മീൻസ് എന്നെക്കാളും ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് പേര് ഇതിലുണ്ടാവും. അപ്പോൾ കൂടുതൽ പോക്കിമോനെ മാറ്റം വരുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് വരാം ഗൈസ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത എന്താണെന്നറിയില്ല. ഇത് കളിച്ചിട്ട് എന്തായാലും ഇനി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് വേണ്ട ഹിൻസൊക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം ഗൈസ്. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ റോഡ് ടു 4K ആണ്. ബൈ ഗൈസ്.